പല ആപ്ലിക്കേഷൻ ഇപ്പൊ XNS ആയിക്കോട്ടെ, അൽപാരിൽ ആയിക്കോട്ടെ, റെഡ് ലിസ്റ്റിലുള്ളതാണ്. ഫോറക്സ് ഇന്ത്യയിൽ ഇല്ലീഗലാണ്. ഹായ് ഗൈസ്, അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് XNS അൽപാരി തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ ആണ്. രണ്ടിനും നല്ല പോസിറ്റീവ് സൈഡും ഉണ്ട്, അതേപോലെ നെഗറ്റീവ് സൈഡും ഉണ്ട്. ആ കാര്യങ്ങളെ കുറിച്ചുള്ളതായിരിക്കും നമ്മൾ സംസാരിക്കുന്നുണ്ടാവുക. എൻ്റെ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു അൽപാരിൽ ഞാനിപ്പോൾ റീസെന്റ് ആയിട്ടാണ് ട്രേഡിങ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. XNSന് അതിന് മുമ്പേ നമ്മൾ ട്രേഡിങ് കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അടുത്താണ് ഞാൻ അൽപാരിൽ ട്രേഡിങ് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ അതിന്റെ വീഡിയോസും കാര്യങ്ങളിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് ഓപ്പണിംഗ് ഡെപ്പോസിറ്റ് വിഡ്രോയും XNSനും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടിനും ഞാൻ വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ XNSൽ നമുക്ക് അക്കൗണ്ട് ഓപ്പണിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ത്യയിൽ നിന്ന് പുറത്തുള്ള ആൾക്കാർക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും, ഇന്ത്യയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നില്ല. പുതുതായിട്ട് ക്ലയൻസിനൊന്നും അവർ എടുക്കണില്ല. കുറച്ച് റീസൺസും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി അൽപാരിയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അക്കൗണ്ട് ഓപ്പണിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല. രണ്ട് നമുക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ ടൈം പീരീഡ് കുറെ നാളത്തോളം നമ്മുടെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും മൊത്തത്തിൽ നിൽക്കുന്ന ഒരു കമ്പനീസ് ആണ്. ഓക്കെ, ഒരു അൽപാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ FXTMന്റെ ബേസ് ചെയ്ത് വന്നതാണ്. XNS പണ്ടോട്ട് നമ്മളിവിടെ 2008 തൊട്ടുള്ളതാണ്. ഓക്കെ, രണ്ടും അത്യാവശ്യം നല്ല മാർക്കറ്റിൽ കുറെ നാളായിട്ടുള്ള CFD ഫേംസ് ആണ്. ഇനി നെഗറ്റീവ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ. നെഗറ്റീവായിട്ട് എനിക്ക് ഫസ്റ്റ് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ രണ്ട് കമ്പാരിസൺ ചെയ്ത് പറയുന്ന സമയത്താണ്. ഓക്കെ, എനിക്ക് XNSനെ കാട്ടിയും കുറച്ചധികം സ്പ്രെഡ് കൂടുതലായിട്ടാണ് നമുക്ക് അൽപാരിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതായത് നമുക്ക് 3 ടൈപ്പ് അക്കൗണ്ട്സ് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റാൻഡേർഡ് അക്കൗണ്ട്, മൈക്രോ അക്കൗണ്ട്സ് ഉണ്ട്, ECN അക്കൗണ്ട്സ് ഉണ്ട്. ഞാൻ ചൂസ് ചെയ്ത് സ്റ്റാൻഡേർഡ് അക്കൗണ്ട്സ് ആണ്. റീസൺ ഇത്രേ ഉള്ളൂ, നമുക്ക് സ്റ്റാൻഡേർഡ് അക്കൗണ്ടിലാണ് MT5 കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ ഉണ്ടായിരുന്നത്. ഓക്കെ, എൻ്റെ കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് അൽപാരിയിലാണ് സ്പ്രെഡ് കൂടുതലുള്ളത്. നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള എക്സിക്യൂഷനും കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു മാറ്റങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. XNSൽ കുറച്ചും കൂടി ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ഇനിയിപ്പം ഡ്രോബാക്ക് ആയിട്ട് ഇപ്പം പറയലാണെന്നുണ്ടെങ്കിൽ വേറെ ഓക്കെ, ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡിലേസ് ഉണ്ട് XNSന്റെ ബേസ് കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത്. പക്ഷെ എനിക്ക് ഇതുവരെ പെട്ടെന്ന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് സമയം എടുത്തിട്ടുണ്ടെന്ന്. അതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള IDസും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, നിങ്ങൾ ബാങ്കിന്റെ ആ ഒരു ഡോക്യുമെന്റ്, അതായത് സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്, അൽപാരിയിലാണ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അവരുടെ ഗൈഡൻസ് പ്രകാരം തന്നെ ചെയ്യാൻ നോക്കാം. ഓക്കെ, ചെയ്യുന്ന ഇത്ര കാര്യമുള്ളൂ. നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഉണ്ടല്ലോ, അത് ആ ഒരു അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ഫോട്ടോയിൽ, ആ ഒരു ബാങ്കിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പോലുള്ള ഫോട്ടോയിലും കൂടി ഉണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെരിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആകും. പെട്ടെന്ന് തന്നെ ഫണ്ട് ഡെപ്പോസിറ്റും വിഡ്രോസും കാര്യങ്ങളെല്ലാം ആദ്യമാണ്. ഓക്കെ, ചില ആൾക്കാർക്ക് ഒരു 3-4 മണിക്കൂർ ഡിലേസ് എല്ലാം കാണിക്കുന്നുണ്ട്. നോർമലി ചെറിയ എറേഴ്സും കാര്യങ്ങളും വരുന്നതായിരിക്കാം. ബട്ട് XNSനെ കമ്പാരിസൺ ചെയ്ത് നോക്കുന്ന സമയത്ത് കുറച്ച് സ്ലോ ആണ്. ഓക്കെ, അതുപോലെ നമുക്ക് സേഫ് ആയിട്ട് തന്നെ ഫണ്ട് ഡെപ്പോസിറ്റും വിഡ്രോസ് എല്ലാം ചെയ്യാനും പറ്റുന്നുണ്ട്. ഇതുവരെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇനിയിപ്പോൾ XNS പറയലാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പോൾ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന മെത്തേഡിൽ കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ചെറിയ ചെറിയ ഫണ്ട്സ് എല്ലാം ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പം മിനിമം $100 എന്നുള്ള രീതിയിലാണ്. അൽപാരിയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ ഫണ്ട് വെച്ചിട്ട് തന്നെ ട്രാൻസ്ഫറും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ UPI ഇഷ്യൂസ് XNSൽ വന്നിട്ടുണ്ട്. പല ആൾക്കാരുടെയും UPI എടുത്ത് മാറ്റിയിട്ടുണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് എന്ന്. അതേപോലെ ലാസ്റ്റ് ടൈം ആ ഒരു എനിക്ക് ക്ലോസ് ചെയ്ത് എപ്പോൾ ഓർമ്മയില്ല, ആ ഒരു സമയത്തെല്ലാം UPI വഴി ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡും കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിട്ടുമില്ല. അപ്പൊ അതൊരു ഡ്രോബാക്ക് ആയിട്ട് ഇപ്പം പലർക്കും ഉണ്ട്. അതേപോലെ തന്നെ മെയിൽ അയച്ചിട്ടും അവർ സോൾവും കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല. അതൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അതെ, ട്രേഡിങ് സ്പ്രെഡും അതേപോലെ തന്നെ ഡെപ്പോസിറ്റ് വിഡ്രോയിലും പക്കയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ കുറച്ച് QR കോഡ് മെത്തേഡിലാണ് ആ ഒരു ഡെപ്പോസിറ്റിന്റെ സംഭവം വന്നിട്ടുള്ളത്. പല ആൾക്കാരും സ്ക്രീൻഷോട്ട് എടുത്ത് ചെയ്യുന്ന സമയത്തെല്ലാം ഒരു ലിമിറ്റ് എന്നെല്ലാം പറഞ്ഞ് കാണിക്കുന്നുണ്ട്. പല ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു $100 ആണെന്നുണ്ടെങ്കിൽ 2000 എന്നുള്ള ലിമിറ്റ് എല്ലാം കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ സ്ക്രീൻ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ ആ ഒരു QR കോഡ് എടുക്കുക, ഫോൺ വഴി സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇഷ്യൂ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ചില സമയത്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇഷ്യൂസും കാര്യങ്ങളും കാണുന്നുണ്ട്. ഓക്കെ, സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്ലോഡ് ചെയ്ത ഫോട്ടോ എടുത്തിട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ഇഷ്യൂസും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ UPIയുടെ XNSലാണ്. UPIയുടെ ചെയ്യാൻ പറ്റാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ വഴി ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ബൈനാൻസ് വഴിയാണ് നിങ്ങൾക്ക് ഫണ്ട് ട്രാൻസ്ഫറും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതിന്റെ വീഡിയോസ് ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. ഞാൻ കൂടുതലും ഫണ്ട് ഡെപ്പോസിറ്റ് വിഡ്രോസ് ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ട് വഴി തന്നെയാണ്. അപ്പൊ എന്തായാലും ഞാൻ ആ ഒരു വീഡിയോസും കൂടി ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ റെക്കമെൻഡ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കൂടി സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ വലുതായിട്ട് ഡ്രോബാക്സ് ഒന്നും ഇല്ല. രണ്ടും നോക്കലാണെന്നുണ്ടെങ്കിൽ അൽപാരിൽ കുറച്ച് സ്പ്രെഡ് കൂടുതലാണ്. ആ ഒരു ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡിലേസ് ഉണ്ട് XNSനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത്. രണ്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഫേംസ് തന്നെയാണ്. പെട്ടെന്ന് ഇട്ട് ഓടി പോകില്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റും. പിന്നെ എനിക്ക് ഡിസ്ക്ലെയിമർ ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ CFD ഫേംസ് ആണ്. നിങ്ങളുടേതായിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ചെയ്യാം. ഫോറക്സ് ഇന്ത്യയിൽ ലീഗലായിട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അറിയായിരിക്കും, നമുക്ക് ആ ഒരു ഫേമ ആക്ടും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളുണ്ട്. പല ആപ്ലിക്കേഷൻ ഇപ്പോൾ XNS ആയിക്കോട്ടെ, അൽപ്പാരിലായിക്കോട്ടെ റെഡ് ലിസ്റ്റിലുള്ളതാണ്. അതുകൊണ്ടല്ല നിങ്ങളതായിട്ടുള്ള റിസ്കിൽ ഞാനിപ്പം പറയുന്നത് വെച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഒരു ആപ്ലിക്കേഷനിൽ പോയിട്ട് ലോഗിൻ ചെയ്യണോ ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങളുടേതായിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളും എടുത്ത് അതേപോലെ തന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടോ. ഏതൊരാൾ പറയുന്നുണ്ടെങ്കിൽ അവരെ പറയുന്നത് കേട്ട് അപ്പം തന്നെ നിങ്ങൾ ചെയ്യാതെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾ കാര്യങ്ങൾ പഠിക്കാൻ നോക്കി. ഇത് സേഫ് ആണോ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നിങ്ങളുടേതായിട്ടുള്ള റിസ്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ, കാരണം വെച്ചാൽ ലീഗൽ ഇഷ്യൂസ് വരുന്ന സമയത്ത് പലർക്കും പണി കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഞാൻ പേടിപ്പിക്കുന്നതല്ല, വന്നേക്കാം. ഓക്കെ, ആ ഒരു പോസിബിലിറ്റി വന്നേക്കാം. പക്ഷെ നമുക്ക് ചെയ്യാനും പറ്റുന്നതാണ്. നമ്മുടെ ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങളിൽ നിങ്ങൾ നോക്കുക. അതേപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡൗൺ സൈഡിൽ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ അൽപ്പാരിലാണെന്നുണ്ടെങ്കിൽ ഫണ്ട് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോ ചെയ്യുന്നതും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഞാൻ താഴെ കൊടുക്കാം. XNSനെയും കൊടുക്കാം. പക്ഷേ ഇന്ത്യയിൽ ഇപ്പം അവൈലബിൾ അല്ല. പുറത്തുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പണിങ് കാര്യങ്ങളെല്ലാം ആ ഒരു ലിങ്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്റ്റും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. എനിക്കിപ്പോൾ ഇഷ്യൂ ആയിട്ട് തോന്നിയ ഒരു സ്പ്രെഡിൻ്റെ ഇഷ്യൂ ആണ്. ഡെപ്പോസിറ്റ് വിഡ്രോയിൽ എനിക്ക് പക്കയായിട്ട് ഇഷ്യൂ ഒന്നുമില്ല. ചില ആൾക്കാർക്ക് ഇഷ്യൂസ് വരുന്നുണ്ട്. എനിക്ക് മെസ്സേജും കാര്യങ്ങളും വരാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അവരെന്നെ ഒരു 3-4 മണിക്കൂറിന് ശേഷം ഞാൻ പറയുന്ന ചാറ്റ് സപ്പോർട്ടിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് കോൺടാക്ട് ചെയ്യാം. ഏത് ആയാലും XNS ആയാലും അൽപ്പാരായാലും പ്രോപ്പറായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അവരെന്നെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഇഷ്യൂസ്. പിന്നെ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം പക്കയായിട്ട് നോക്കുക. ഓക്കെ, പിന്നെ വിഡ്രോ ചെയ്യുന്ന സമയത്തെല്ലാം വലിയ എമൗണ്ട് വിഡ്രോ അടിക്കാതെ, ലിമിറ്റ് ഉണ്ട് എന്തായാലും 1 lakh അല്ലെ പെർ ഡേയിലും വിഡ്രോ അടിക്കാൻ പറ്റുള്ളൂ. ഒരു 50 വെച്ചിട്ട് വിഡ്രോ അടിക്കാൻ നോക്കാം. ഓക്കെ, വലിയൊരു എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കുക. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാൻ പറ്റും, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ.